സ്ഥലവും ഉണ്ടായിരുന്നിട്ടുണ്ടാകുമായിരുന്നോ? എല്ലാം എങ്ങനെയാ? ലഹരിയുടെ പിടിവലയത്തിൽ, അല്ലേ? അങ്ങനെയല്ലേ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്? അപ്പോൾ എല്ലാം ലഹരിയുടെ പുറത്താ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങളാവട്ടെ അല്ലാതെയാവട്ടെ, ഈ കൊലപാതകങ്ങൾ നടത്തിയ സമയങ്ങളിലൊക്കെ ഈ പറയുന്ന പ്രതികളായിട്ടുള്ള ആളുകൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടായിരുന്നു, ലഹരി ഉപയോഗിച്ചവരായിരുന്നു. ലഹരിയുടെ മാസ്മരിക മാരകമായ ആ വലയത്തിൽ, മയക്കുമരുന്നിൻ്റെ വലയത്തിലായിരുന്നു എന്നുള്ളതാണ്. ടിപിയെ വെട്ടി വീഴ്ത്തിയവരും ലഹരിയുടെ അടിമകളായിരുന്നു. ഷുഹൈബിനെ വെട്ടി വീഴ്ത്തുമ്പോഴും ലഹരിയുടെ പിൻബലത്തിലായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കേരളം കണ്ട എല്ലാ ക്രൂരകൃത്യങ്ങളുടെയും ബലം എന്ന് പറഞ്ഞിരുന്നത് ലഹരിയായിരുന്നു. മനസ്സിലാക്കണം. അപ്പം അത് തന്നെയാണ് ദീന് നമ്മളോട് പറഞ്ഞത്, ഇസ്ലാം നമ്മളോട് പറഞ്ഞത്. എല്ലാ ക്രൂരതയുടെയും, എല്ലാ പാപങ്ങളുടെയും, എല്ലാ ക്രൂരകൃത്യങ്ങളുടെയും, കുറ്റകൃത്യങ്ങളുടെയും സോഴ്സ് എന്ന് പറയുന്നത് ലഹരിയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം, അല്ലേ? നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം. അപ്പം കൃത്യമായിട്ട് പറഞ്ഞില്ലേ, ഈ പറയുന്ന ലഹരികൾ അവനവൻ്റെ ശരീരത്തിന് എത്രമാത്രം ദോഷങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു വശം. അതിനേക്കാൾ വലിയ ദോഷം എന്താ? അത് അവൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അതുകൊണ്ട് ഉണ്ടാകുന്ന ഉപദ്രവം, അത് ഉപയോഗിക്കാത്തവനും അതെന്താണെന്നറിയാത്തവനും 1.5 വയസ്സുകാരനും നൊന്തുപൊറ്റ വയറും അതിൻ്റെ മാരക പാർശ്വഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാ. അപ്പം അവിടെയാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം വളരെ വേറിട്ട് നിൽക്കുന്നത്. എന്ത്? നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, അത് നിങ്ങളുടെ ശരീരത്തിന് മോശമാണ് എന്നുള്ളത് പറയുന്നതിനപ്പുറം ഇസ്ലാം പറഞ്ഞത് എന്താ? ഇത് പാപങ്ങളുടെ, കുറ്റകൃത്യങ്ങളുടെ, ക്രൂരതയുടെ സോഴ്സ് എന്ന് പറയുന്നത് ലഹരിയ. ഇതിൻ്റെ പിൻബലം, ഇതിൻ്റെ ബലത്തിൽ. കാരണം എന്താ? ഇതടിച്ച് കയറ്റിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് സ്വബോധമല്ല, പിന്നെ പ്രവർത്തിക്കുന്നത് എൻ്റെ എന്താ പറയേണ്ടത്, കോമൺ സെൻസ് അല്ല, പിന്നെ പ്രവർത്തിക്കുന്നത് അവൻ്റെ ബുദ്ധിയല്ല, പിന്നെ പ്രവർത്തിക്കുന്നത് അവൻ്റെ വകതിരിവല്ല, പിന്നെ പ്രവർത്തിക്കുന്നത് ലഹരിയാണ്. അതവനെങ്ങനെ നിരന്തരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ക്രൂരതകളിലേക്ക്, അക്രമത്തിലേക്ക്. അവൻ്റെ ഈ പ്രഷർ ലെവൽ അത് വലിയ ഒരു ഉയർന്ന നിലയിലേക്ക് എത്തിക്കുകയാണ്. എന്നിട്ട് അവനെക്കൊണ്ട് ക്രൂരത, അവനെക്കൊണ്ട് ഇതിങ്ങനെ, കാരണം ഇതിനടിമപ്പെട്ടു. പിന്നീടുള്ളത് പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ